ഹായ്, വെൽക്കം ടു ദീപ്സ് കിച്ചൻ. അപ്പോൾ നമ്മൾ ദീപ്സ് കിച്ചണിൽ പൊട്ടറ്റോ ഫിംഗേഴ്സാണ് ചെയ്യണത്. അതിനായിട്ട് ഞാനൊരു 6 പൊട്ടറ്റോ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് നിങ്ങൾ പൊട്ടറ്റോ മാഷർ വെച്ചോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചോ നന്നായിട്ട് ഉടച്ചെടുക്കണം. അതല്ല എങ്കിൽ കൈ വെച്ചാണെങ്കിലും മതി. നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് ഒന്ന് ഉടച്ചെടുക്കാം. ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ റവ, ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ല എങ്കിൽ കോൺഫ്ലോർ നമ്മൾ ചോളപ്പൊടിയാണ്. കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൈദയാണെങ്കിലും ഇതിന് പകരമായിട്ട് ചേർത്ത് കൊടുത്തോളൂ. ഒരു 2 ടേബിൾ സ്പൂൺ റൈസ് ഫ്ലോർ, അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, എരിവിന് ആവശ്യത്തിന് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുറച്ച് മല്ലിയില. മല്ലിയിലയ്ക്ക് പകരം നിങ്ങൾ കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്തോളൂ, അല്ലെങ്കിൽ കറിവേപ്പിലയും മല്ലിയിലയും ചേർത്തോളൂ, കുഴപ്പമില്ല. അതുപോലെ തന്നെ ഈ മുളക് പൊടിയും നമ്മൾ രണ്ടാമത് ചേർത്ത കുരുമുളക് പൊടിയും നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്തോളൂ. ഇനി നമ്മളിതിലോട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ ഈ പൊട്ടറ്റോ ഫിംഗേഴ്സിനാണെങ്കിലും പൊട്ടറ്റോ സ്മൈൽ തയ്യാറാക്കുമ്പോഴാണെങ്കിലും നമ്മളെപ്പോഴും ഉരുളക്കിഴങ്ങ് കുറച്ച് ഹാർഡായിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ കുറച്ച് ഹാർഡായിട്ടുണ്ട്. ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഇതൊന്നും നിങ്ങൾക്ക് കിട്ടരുത്. അഥവാ നിങ്ങൾക്ക് കുറച്ചൊന്ന് ഹാർഡല്ല എന്ന് തോന്നി ഇതിലോട്ട് കുറച്ച് അരിപ്പൊടി ചേർത്തോളൂ. എന്നിട്ട് നിങ്ങൾ മിക്സ് ചെയ്ത് കുറച്ചൊന്ന് ഹാർഡാക്കി എടുക്കുക. ഇതിപ്പോൾ കറക്റ്റ് പരുവത്തിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഞാൻ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഇതിനെ ഒന്ന് ഉണ്ട പിടിച്ച്, അതായത് നമ്മൾ കുറച്ചൊന്ന് നീളത്തിൽ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് എടുക്കണം. എന്നിട്ട് നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറച്ചെടുത്തോ, അല്ലെങ്കിൽ നിങ്ങളെ വലിപ്പം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക, എത്ര വേണമെന്ന് വെച്ചാൽ. അപ്പം ഞാനിവിടെ നമ്മുടെ ഓയിൽ ഹൈ മീഡിയത്തിനും ഹൈക്കും ഇടയിലാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്യരുത്. മീഡിയം ഹൈ ആ റേഞ്ചിൽ വേണം വെക്കാനായിട്ട്. നമ്മൾ ഇടുമ്പോഴത്തെ ഇതുപോലെ ബബിൾസ് നമുക്ക് വരണം, എന്നാൽ കരിയാനും പാടില്ല. ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട്. നിങ്ങൾ മീഡിയം ഫ്ലെയിമിലിട്ടാൽ നന്നായിട്ട് ഓയിൽ കുടിച്ചിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുക. ഓക്കെ, ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളറ് ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഞാനത് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതൊരു പ്ലേറ്റോട്ട് പോകാം. അതായത് ഇപ്പോൾ ഓയിലൊന്നും കുടിച്ചിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആ ഒരു ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് ഫ്രൈ ചെയ്യണം. ഓക്കെ, നമ്മൾ അടിപൊളി പൊട്ടറ്റോ ഫിംഗേഴ്സ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇത്. അപ്പോൾ പിന്നെ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടല്ലോ, എല്ലാം നല്ല വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഞാനിടുന്ന റെസിപ്പീസൊക്കെ ഭയങ്കര പാടാണ്, ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള റെസിപ്പീസാണ് ഇടണതെന്ന്. ഒരിക്കലും അല്ല, ഞാൻ നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പീസാണ് ഇടുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി എന്താ നിങ്ങൾക്ക് തോന്നുന്നത് എനിക്കറിയില്ല. നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ റെസിപ്പീസ് ചെയ്യുന്നത്. എനിക്ക് അവൈലബിളാണ്, നിങ്ങൾക്കും അവൈലബിൾ ആകും എന്ന രീതിയിൽ ഞാനത് കണ്ടുകൊണ്ടാണ് പല റെസിപ്പീസും ചെയ്യണത്. എന്നിട്ട് അങ്ങനെ ഒരു കമൻറ്റ് വന്ന്. ഓക്കെ, എന്തായാലും പോട്ടെ, നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ ഇത് ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കുറച്ചൊന്ന് ഹാർഡായിട്ട് വേണം ഈ മാവ്. ഇത് നമ്മൾ പൊട്ടറ്റോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. പുഴുങ്ങിയത് ആണ് പൊട്ടറ്റോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു ഈസി റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൻ. ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ. താങ്ക് യു.